ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കോഴിക്കോടേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് കോഴിക്കോടൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ അതാ അർജുൻ വഴിയിൽ നിന്ന് കയറിയതാണ്. ജിത്തുവിൻ്റെ കാറിലാണ് ഞങ്ങൾ പോണത്. എല്ലാവരും കൂടെ കുറച്ച് ആൾക്കാരും കൂടെ കയറാനുണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ ഞങ്ങൾ അവിടെ നമ്മുടെ അഫീൻ്റെ വീട്ടിൽ കയറി. അവളുടെ വീട് ചെറുവണ്ണൂരാണ്. അവൾ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് അവളെയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. കൂടെ രമ്മേച്ചിയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ജിത്തുവാണ്, ഇത് അർജുനാണ്. അർജുൻ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ട്, അർജുനെ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ കുറച്ച് ലുക്കായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ. എന്നതിന് ശേഷം നമ്മുടെ അഫീൻ്റെ വെഡ്ഡിങ് ആൽബം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കൂടെ അവിടെ നിർത്തി ഞാൻ നോക്കിയിട്ട് ട്രോളുന്നുണ്ടായിരുന്നു എല്ലാവരും. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ബിരിയാണി ആണില്ലേ അന്നൊക്കെ ഇത്ര സെറ്റപ്പിലൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ. അത് 2011 തോന്നുന്നുണ്ട് അഫീയുടെ കല്യാണം കഴിഞ്ഞത് കേട്ടോ. 2011 12-13 കൊല്ലായില്ലേ. നോക്കേ, നീ എൻ്റെ മുഞ്ച് ഇവിടെ ആയിരിക്കാ കണ്ടേ. അഫി കിച്ചണിൽ ഓരോ ഡ്യൂട്ടിയിലായിരുന്നു കേട്ടോ. ഒരുപാട് പലഹാരങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചിട്ട് നല്ല സന്തോഷമായിട്ടാണ് ഈവനിങ്ങിൽ ബീച്ചിലേക്ക് പോയത്. കോഴിക്കോട് ബീച്ചിൽ പോയി നമ്മൾ നെഹദി മന്തി കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് മന്തി കഴിക്കുക, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോകണം. അപ്പോൾ അതിൽ മുന്നേ ചായ കഴിക്കാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പോൾ ഇത്രയും വിഭവങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങളത് ഉമ്മർത്ത് പോയിട്ട് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട്. ഇപ്പോൾ രമ്മേച്ചിയും അഫിയും കൂടെ ഫുഡൊക്കെ ആയിട്ട് ഉമ്മർത്തേക്ക് വരികയാണ്. കഴിക്കാനുള്ള ത്വരയാണ് ഗായ്സ്. വേണം 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 വേണം. ഇതെൻ്റെ മാസ് എൻട്രിയാണ് ഗായ്സ്. പണിയെടുത്തെന്ന് എല്ലാവരും തോന്നിപ്പിക്കണമല്ലോ. അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാനൊരു സ്ലോ മോഷനിലൊരു വീഡിയോ കണ്ട് കിട്ടും കേട്ടോ. എൻ്റെ ഒരു കുറച്ച് ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കഴിച്ചു. നല്ല രസമായിട്ട് ഉമ്മർത്തിരുന്നിട്ട് അവിടെ ഹാളിൽ ഇരിക്കേണ്ട പറഞ്ഞു. നമുക്കൊരു എന്താ പറയുക, പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിക്കാൻ വെച്ച് വേറൊരു ശല്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് അതൊക്കെ കഴിച്ചു. എമിയാണ് കേട്ടോ, അഫിയുടെ മോളാണ് രോഹിത്തിൻ്റെ അടുത്തിരിക്കുന്നത്. വിനീഷേട്ടനാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാ എമിന്റെ ഫോട്ടോ എമിന്റെ എല്ലാവരും മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് ചുരിദാറൊക്കെ മാറ്റിയിട്ടോ. കാരണം അപ്പോഴേ എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നി. അങ്ങനെ അലമാരൊക്കെ തുറന്ന് അഫിയുടെ ചുരിദാറൊക്കെ എടുത്ത് അത് മാറ്റിയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ അതാ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. അഫിയുടെ ഉമ്മയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല, ആരും വീട്ടിലുണ്ടായിരുന്നില്ല. അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാതിലൊക്കെ പൂട്ടി നല്ല ഉഷാറായിട്ട് പോകണമല്ലോ. അപ്പോൾ നമ്മൾ വാതിലൊക്കെ ക്ലോസ് ചെയ്ത് നേരെ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണൻ എന്തൊക്കെയോ പറഞ്ഞ് ട്രോളുന്നുണ്ടായിരുന്നു എന്നെ. എൻ്റെ നിറത്തിന് വെച്ചിട്ട് തന്നെയാണ് ട്രോൾ ചെയ്ത്. എനിക്ക് പിന്നെ അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. തീയിൽ കൊടുത്തത് വെയിലത്ത് പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് അപ്പോൾ ബീച്ചിലേക്ക് പോകാനാണ് ആദ്യം പ്ലാൻ ഇട്ടത്. അപ്പോൾ അതിൻ്റെ വഴിക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കണ്ണന് വയലിൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് തന്നെ നമ്മൾ വയലിൻ അവൻ്റെ അതൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും രോഹിത്തും കൂടെ എന്ത് ചെയ്തു, അവർ ബീച്ചിലേക്ക് പോയി. ഞാനും രോഹിത്തും കൂടെ എന്ത് ചെയ്തു, ഈ ഒരു വയലിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വീലറിന് പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറിന് ഞാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് അവരോട് ബീച്ചിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. നമ്മൾ 2 വീലറിന് പോയിട്ട് ഞാൻ അവന് വേണ്ടിയിട്ട് വയലിൻ നോക്കി. അപ്പോൾ ഒരു 2 വയലിൻ ഉണ്ടായിരുന്നു. ഒന്ന് അവന് പുതിയത് വാങ്ങുകയും ചെയ്തു.
അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി, അവരുടെ അടുത്തേക്ക് പോയി. അവരെ കണ്ടെത്താൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു. അവിടെ എത്തിയതിന് ശേഷമുള്ള കളികളാണ് കഴിച്ചത്. ആ ഒരു വയലിൻ വെച്ചിട്ട് എന്തൊക്കെയാണ് അവരവിടെ കാണിച്ചതെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മളൊക്കെ ഒരു പണ്ടൊരു പഴഞ്ചൊല്ലും അറിയില്ല, എന്താണ് ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ടാലുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു. അർജുനും ജിത്തും കൂടെ ആ വയലിൻ പരിപ്പെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല വൈബായിരുന്നു, അടിപൊളിയാക്കി എല്ലാവരും കൂടെ, സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ ജിഷേച്ചിയുടെ ഒരു കുറവ് മാത്രമേ അതിലുണ്ടായിരുന്നു. നമ്മൾ ജിഷേച്ചിയും കൂട്ടുകാരനും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് അങ്ങോട്ടോ കണ്ണൂരോ കോട്ടയോ അവിടെ ഇവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിഷേച്ചിനെ നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിഷേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ. അങ്ങനെ ഞാൻ പറഞ്ഞു തെറ്റി, ജിഷേച്ചിനെ ഇനി മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോൾവ് ആയി. പിന്നെ ഒരു ദിവസം നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അവിടെ കളിക്കുന്ന കളികളാണ് ഗായ്സ്. അർജുൻ തറ എന്ന് പറയാം. അതിലപ്പുറം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അർജുനെ പറയാൻ പറ്റും. കുറേ ദിവസമായി അർജുനെ കണ്ടിട്ട് അതാ ഒരുത്ത ഊതുന്നു. കിട്ടാത്ത വീഡിയോ ഇട്ടിട്ട് പൊങ്കം നോക്കിയാൽ ആ വെച്ചരാ ഈ പോയിക്കോ. ആയിക്കോട്ടെ. അതും കൂടെ രോഹിത്തിനോട് പറയാനാവതില്ലാത്തോണ്ട് വീണ പിടിക്കാൻ രോഹിത്താണ്. ഓ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണല്ലോ, ഞങ്ങളെന്ന് മനസ്സിലാവണ്ട വിചാരിച്ചിട്ടേക്കോ. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഫോട്ടോ എടുത്തു, നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴേക്ക് കണ്ണൻ അവിടെ ഒരു ബോളിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ. ഈ ഒരു ബോളിൽ കയറണം, എന്നിട്ട് വെള്ളത്തിലൂടെ പോകണം എന്നുള്ളത് അവനൊരു വലിയ ആഗ്രഹം. എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, അവനൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. വലിയ ജാടായിട്ട് ചാടിയതാണ്. പക്ഷെ അവൻ ഉഷാറായിട്ട് കുഴപ്പമില്ലാണ്ടൊക്കെ വെള്ളത്തിൽ ഉരുണ്ട് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് കയറിയിട്ടോ. കുട്ടികളുടെ ആഗ്രഹങ്ങളല്ലേ, സാധിക്കട്ടെ എന്ന് വിചാരിച്ചു. അവരുടെ ഒരു എൻജോയ്മെൻറ്റ്. കണ്ണൻ എല്ലാവരും കൂടെ അവിടുന്ന് ട്രോൾ ഉണ്ടായിരുന്നു കേട്ടോ ഫോണ് കാണുമ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതാവാൻ പുറത്തിറങ്ങി ഭയങ്കരമായിട്ട് വയർത്ത് കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നെഹദി മന്തിയിലേക്ക് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തിരി ദൂരമേ ഉള്ളൂ നെഹദി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുത്തി നിറച്ച് നേരെ വണ്ടിയിൽ കയറി അങ്ങോട്ടേക്ക് വിടുകയാണ്. മന്തി എന്ന് പറയുമ്പോഴേക്കും അർജുൻ കുറച്ച് സ്പീഡിൽ നടക്കുമല്ലോ, അതറിയാലോ. അതായിട്ട് മുന്നിൽ പോണത് അർജുനാട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, നേരെ അങ്ങോട്ട് കയറുകയാണ്. കുറച്ച് ടൈം പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ തിരഞ്ഞു. പക്ഷേ കിട്ടിയില്ല ഗൈസ്. ആ ഏരിയയിലൊന്നും ഒരു ഫാൻസി പോലും ഉണ്ടായിരുന്നില്ല. ഫാൻസി ഉണ്ടായിരുന്നു, പക്ഷെ മീൻസ് കമ്മലുള്ളൊരു ഫാൻസി ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റൈൽസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അവരും കൂടെ പോവാണ്. കമ്മൽ തിരഞ്ഞു പോയതാ, കിട്ടിയില്ല. കമ്മൽ വാങ്ങാൻ വേണ്ടി നടക്കുകയാണ് ഗൈസ് ഞങ്ങൾ.
ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ സംസാരങ്ങൾ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രമ്യേച്ചിയാണ് അപ്പോൾ വീഡിയോ എടുത്തത്. അഫി മോളിനെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഫുഡ് അവിടെ ഒരു സ്പേസ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഇരുന്നു. ആ ടേബിൾ അങ്ങോട്ട് ഒന്നിച്ച് വലിച്ചിട്ടു കേട്ടോ, നമ്മൾ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. പള്ളിക്കര കുറച്ചു നേരം അവിടെ നിന്നോ. എന്ത് റീല്? അതിന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം പറയണ്ടേ? കണ്ണാ മെയിനാട്ടാ അല്ല ഞാൻ പറഞ്ഞ. ഫുഡൊക്കെ കഴിച്ചു, കാലിയായി. ഇപ്പം ആർക്കും എണീക്കാനൊന്നും വയ്യ, ഭയങ്കര ക്ഷീണമായിപ്പോയി. അത്രയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോയിട്ടോ. ബീച്ചിൽ പോയിട്ട് വീണ്ടും ഒന്ന് അവിടെ നിന്ന് മൊത്തത്തിലൊന്ന് ഇരുന്ന് നമ്മൾ നല്ല ലേറ്റായിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 12 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോരുമ്പോൾ കേട്ടോ. അവരെന്തൊക്കെയോ പറഞ്ഞ് കത്തിയൊക്കെ വെക്കുന്നുണ്ട്. ഞങ്ങൾ തെറ്റിയിട്ടൊന്നുമില്ല. ബൈ. കോഴിക്കോട് അങ്ങാടിയിലൂടെ നട്ടപ്പാതിരിക്ക് നടക്കുകയാണ്. മന്തി വേണം, മന്തി. പഞ്ചിക്കല് 10-15 എത്ര അഫീനെ മാത്രം ഇത് വയലല്ല, വായിക്കി വായിക്കി പാട് പാട് പാട്. സരിക 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 സരി അത്ര മതിയോ? അത്ര കിട്ടണോ? എല്ലാരും ഇങ്ങോട്ട് നോക്ക്. നോക്കണ്ട, ഇത് നോക്കിയാ ഞങ്ങള് പള്ളിക്കാട്ടിലെത്തും. ഇന്നെ കാണില്ലല്ലോ. അങ്ങനെ ഞങ്ങള് പോവുകയാണ് ഗായ്സ്, തിരിച്ച് വീട്ടിലേക്ക് ഗായ്സ്. അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും ടാറ്റ ബൈ, സീ യു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.